ഗൈസ്, എല്ലാവർക്കും റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രാവിലത്തെ കടി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. റവ കൊണ്ട് റവ ഒരു 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കോഴി പാർട്സ് ഒരു 1/2 കിലോത്തോളം ഉണ്ട്. ചിക്കൻ ഇറച്ചിയായിട്ട് ഒരു 1/2 കിലോ 3/4 കിലോത്തോളം ഉണ്ട്. പിന്നെ ഇഞ്ചി ചതച്ചതുണ്ട്, വെളുത്തുള്ളി ചതച്ചതുണ്ട്, മല്ലിച്ചപ്പ് പിന്നെ നിറത്തിൽ തരം മല്ലിച്ചപ്പ് ഉണ്ട്, ആ മല്ലിച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കരിവേപ്പിൻ്റെ തക്കാളി, പച്ചമുളക്, വലിയ ഉള്ളി ചത്തിയത്, കാശ്മീരി മുളക് പൊടി, കോഴി മസാല, കോഴി കളർ ഇതാക്കാനാണ്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ ഉണ്ട്. ചിക്കൻ മസാല 1 സ്പൂൺ ഉണ്ട്. മുളക് പൊടി 1.25 ഉണ്ട്. 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഉണ്ട്. പിന്നെ കോഴി മസാല 1 സ്പൂൺ ഉണ്ട്. കറാമ്പൂവ് ഒരു 3 ഉണ്ട്. പിന്നെ അതിൻ്റെ പൂവ് 2 ഉണ്ട്. വലിയ ജീരകം ഒന്നായിട്ടുള്ളത് 1/2 സ്പൂൺ ഉണ്ട്. ഏലക്കായി 4 ഉണ്ട്. കറുകപ്പട്ട 1 ഉണ്ട്. ഇത്രയും നമുക്ക് ഇതൊക്കെ വേണ്ടുള്ളൂ. ഇത്രയൊക്കെ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഈ വലിയ ജീരകം പൊടിച്ചിട്ടില്ല, ഇപ്പോൾ കറണ്ട് പോയിക്കാണ്. ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട്. ഞാനത് പൊടിക്കാൻ പോവുകയാണ്. മിക്സിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പൊടിക്കാൻ പോവുകയാണ്. വലിയ ജീരകം ഇതാ പൊടിച്ചിട്ട് സ്പൂണ് ഇവിടെ വെച്ചിട്ടുണ്ട്. റവ നമുക്ക് വറുത്തതോ വറുക്കാത്തോ ഏത് വേണമെങ്കിലും എടുക്കാം. വറുത്തെടുത്താലും കുഴപ്പമില്ല, വറുക്കാത്തെടുത്താലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കുറേശ്ശേ കൂട്ടുന്നുള്ളൂ. എല്ലാവരും കൂടി പോയാൽ നമുക്ക് ടേസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ കോഴിയുടെ മാങ്ങയാണ്. ഞാൻ ഒന്ന് വെള്ളത്തിട്ട് പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല വേവുള്ളതല്ല, അപ്പോൾ പൊരിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല പുഴുങ്ങിയിട്ട് പൊരിക്കാച്ചിട്ടാണ്. പിന്നെ കോഴിയുടെ മാങ്ങ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാലും ഇറച്ചി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു 1/2 സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയാണുള്ളത്. കോൺഫ്ലോറിൻ്റെ പൊടി ഇപ്പോൾ ഞാൻ ലേശം കൊടുത്തിട്ടുണ്ട്. അത് ഒരു കട്ടം വാങ്ങുന്നത്. ഇവിടെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഉണ്ടാക്കാൻ കോഴി മസാല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് റവ ഇട്ടെടുക്കുന്നുണ്ട് വറുക്കാൻ. വറുത്ത റവ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. വറുക്കാൻ ഒന്നിങ്ങനെ ചെറിയൊരു അല്ലെങ്കിൽ കരിഞ്ഞ് പോകും. ചെറിയൊരു ഇതിലിട്ട് വറുത്താൽ മതി. ഒന്ന് ചൂടായി വന്നാൽ മതി. തോനൊന്നും വേണമെന്നില്ല. നല്ലോണം ആകും വേണ്ട. ഇങ്ങനെ ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ വെക്കട്ടെ. ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായി വന്നത് ഒന്നിങ്ങനെ വെള്ളക്കാറായി വന്നിട്ടുണ്ട്. ഒന്നിങ്ങനെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. കഴിഞ്ഞാൽ നമ്മളത് സെറ്റാവില്ല. ഇനി ഓഫ് ചെയ്യാണ്. ഞാൻ ഗ്യാസ് വന്ന് മാറ്റാൻ പോവുകയാണ്. ഗ്യാസ് വന്ന് മാറ്റിയാണ്. ഇത് പൊട്ടിക്കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട്, ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിലെണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതി. ഓയിലെണ്ണ ഒഴിച്ചെടുക്കുന്നത്. ഞാൻ നല്ലോണം കാഞ്ഞ് വരണം. ഒന്ന് ചൂടായി വരണം. ചൂടായി വന്ന ശേഷം കോഴിയിൽ ഇട്ട് കൊടുക്കും. കോഴി കൊടുക്കുകയാണ്. കോഴി കൊടുക്കാൻ ചൂടായി വന്നിട്ടുണ്ട്. കോഴി കൊടുക്കണം. കോഴി പൊരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ആദ്യത്തെ പൊരിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതാണിത്. കോഴിപ്പാട്സ് പൊരിഞ്ഞ് സെറ്റായി വരുന്നുണ്ട്. വേറെ വെള്ളം കൂട്ടില്ല. ഈ കോഴിയുടെ മാങ്ങ പൊരിഞ്ഞ വെള്ളമാണ് റവയ്ക്ക് കൂട്ടാൻ പോകുന്നത്. അത് ടേസ്റ്റ് വേറെയാണ്. നിങ്ങളുടെ കയ്യിൽ മാങ്ങ പൊരിഞ്ഞ വെള്ളം കോഴി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വെള്ളം കൂട്ടാം. പക്ഷേ എൻ്റെ കയ്യിൽ കോഴിൻ്റെ പാർട്സിൽ മാങ്ങ പൊരിഞ്ഞ വെള്ളം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ വെള്ളം കൂട്ടാൻ പോകുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം കൊണ്ട് ബിരിയാണി കഴിച്ചാൽ ഇപ്പോൾ നമ്മൾ അരികൊണ്ട് വെക്കുകയാണെങ്കിൽ എരിവ് വെക്കാനും ആ വെള്ളം അങ്ങനെ കോഴി പൊരിഞ്ഞാൽ അല്ലെങ്കിൽ വീക്ക് പൊരിഞ്ഞാലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ട് പൊരിഞ്ഞ് വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഓയിലെണ്ണയിൽ കോഴിനെ പൊരിച്ചു. ഇനി നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി പാരുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്. നമ്മൾ ഇതിലിടാൻ പോകുന്നത് ലേശം കറാമ്പൂവിൻ്റെ 2-3 എണ്ണം എടുക്കുന്നുണ്ട്. ഒരു കറുകപ്പട്ട എടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്കായ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പൂവുണ്ടാവുമല്ലോ, എനിക്ക് പറയാനറിയില്ല. ആ പൂവ് അത് എടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഒന്നങ്ങനെ പെരുംജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് സെറ്റായി വരുമ്പോൾ
നമ്മളതിലേക്ക് ഒരു 2-3 പച്ചമുളക് എല്ലാവരും എരി കൂടുള്ളൂ പച്ചമുളക് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഇഞ്ചി ചതച്ചത് കൊടുക്കുന്നുണ്ട്. കുറച്ചേ വേണ്ടുള്ളൂ, അല്ലാതെ കുത്തു കൂടുള്ളൂ ഇഞ്ചി കൊടുക്കുന്നത് അതല്ലേ അതുകൊണ്ട്. പിന്നെ ലേശം വെളുത്തുള്ളി ചതച്ചത് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് ജോയിൻ്റ് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. നമുക്ക് നടക്കുക. ആ ചട്ടി തന്നെയാണ് ഞാൻ കോഴി വെച്ച ആ ചട്ടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കോഴി വെച്ച ചട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതൊന്ന് മൂത്ത് വരട്ടെ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നായിരിക്കും നമ്മൾ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. മൂത്ത് വന്നിട്ടുണ്ട്. വലിയ ഉള്ളി കൊടുക്കുകയാണ്. കുറച്ച് മതി വലിയ ഉള്ളിയൊക്കെ. കുറച്ചേ വേണ്ടുള്ളൂ. അതല്ലേ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. ഞങ്ങൾക്ക് 4 പേര് മാത്രമേ ഉള്ളൂ. പരിക്കുള്ള സാധനം ഉണ്ടാക്കണുള്ളൂ. ഒന്നിളകി ഒന്ന് നല്ലോണം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി, മല്ലിയില, പുളിയില ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ലോണം വാടി വരട്ടെ. നമ്മൾ ഉള്ളി വാടാൻ വേണ്ടി ലേശം ഉപ്പ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കോഴിയുടെ മാങ്ങയൊക്കെ പുഴുങ്ങിയപ്പോൾ അതിൽ ലേശം ഉപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോഴി പൊരിക്കുമ്പോൾ മസാല തേക്കുമ്പോൾ അതിൽ ലേശം ഉപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉപ്പ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ലേശം ഉപ്പ് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് എടുത്തോളൂ. ലേശം ഉപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നാ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വാടി വരണം. അതിലേക്ക് നമ്മൾ കരിവേപ്പില ഒരു തണ്ട് കൊടുക്കുന്നുണ്ട്. ലേശം മല്ലിയില പുതിനയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് കൊടുക്കാൻ പോകുന്നത് തക്കാളി കൊടുക്കാം. തക്കാളി കുറച്ച് മതി, തോനൊന്നും വേണ്ട. തക്കാളി കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായി വരണം. നന്നായി ഒന്ന് വാടി നല്ലോണം കുഴഞ്ഞ് രൂപത്തിലായി വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ മാറ്റി വെച്ച വെള്ളം എന്ന് പറഞ്ഞില്ലേ പാടിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് മസാലപ്പൊടികളാണ് ഇടാൻ പോകുന്നത്. ഗരം മസാല കൊടുക്കുന്നുണ്ട്. കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല കുറച്ച് മതി. പിന്നെ കൊടുക്കുന്നത് ഇളക്കി കൊടുക്കട്ടെ. പിന്നെ എനിക്ക് കൊടുക്കുന്നത് നമ്മൾ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് ലേശം ഒരു സ്പൂണിൻ്റെ പകുതിയായിട്ട് കൊടുക്കുള്ളൂ. അത് നമ്മൾ അതിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മളിലേക്ക് ഇടാൻ പോകുന്നത് ലേശം മഞ്ഞൾപ്പൊടി. 1 സ്പൂൺ 1.5 സ്പൂണിൻ്റെ മഞ്ഞൾപ്പൊടി ഉണ്ട്. അത് മൊയ്ക്ക വേണ്ട തോന്നൽ അതുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മസാലയുടെ പൊടിയാണ് കൊടുക്കുന്നത്. ചിക്കൻ മസാലയുടെ പൊടി 1 സ്പൂൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഗരം മസാലയുടെ പൊടി കൊടുക്കുന്നുണ്ട്. കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ജോലിച്ച് വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യും? ജോലിച്ചൊന്ന് വരണം. നല്ല മഴയാണ് ഇവിടെ. നല്ല മഴ ഉണ്ടാവും. ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ലേശം കൂടി കോഴിയുടെ പാർട്സിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ലേശം കൂടി പാർന്നിട്ടാണല്ലോ പാർന്നിട്ടിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഇടാൻ പോകുന്നത് എന്താണെന്നറിയോ? റവ കൊടുക്കണം. റവ കൊടുക്കുകയാണ്. കുറച്ച് ഇട്ട് കൊടുക്കണം. നല്ല മഴയാണ്. നല്ല പിരാഞ്ചിരി മഴയാണ്. നല്ല വെള്ളമുള്ള മഴയാണ്. നല്ല മഴയുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞാൽ അങ്ങനെ കേൾക്കൂല. മഴ കാരണം നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഞാൻ ഇത് റവ കൊടുക്കാൻ കുറച്ച് റവ കൊടുക്കുന്നുണ്ട്. കുറച്ചേ പറ്റുള്ളൂ. റവ അങ്ങനെ ആക്കി കൊടുക്കാം. ലേശം കൊടുക്കാണ്ട് നന്നായി ഒന്ന് ആക്കി മാറ്റണം. ഈ കോഴിപ്പാട്ടിലെ വെള്ളം കുറച്ചുകൂടി വേണ്ടതായിട്ടുണ്ട്. റവ ബിരിയാണി റെഡിയായി വരുന്നുണ്ട്. ഇങ്ങനെ അതിലേക്ക് കൊടുക്കുന്നത് കോഴിയാണ്. കോഴിയുടെ പാർട്സാണ് കൊടുക്കുന്നത്. കുറച്ച് പാർട്സിനെ വെറുതെ കൊടുക്കുകയാണ്. കുറച്ച് കോഴിയെ കൊടുക്കുന്നത്. ആക്കി നടക്കണം. അപ്പോൾ ബിരിയാണി സെറ്റായിട്ടുണ്ട്. കോഴി ചിക്കൻ റവ ബിരിയാണി റെഡിയായിട്ടുണ്ട്. എൻ്റെ റവ ബിരിയാണി ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് മൂടി വെക്കണം. ഞാൻ മൂടി വെക്കുകയാണ്. റവ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പതിനഞ്ച് തീരെ കട്ടാണിട്ടുണ്ട്. ഇങ്ങനെ കോഴിപ്പാട്സ് ചിക്കൻ പൊരിച്ചത് റവ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞങ്ങൾ ചായ കൊടുക്കാൻ പോവുകയാണ്. കട്ടൻ ചായ ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് കഴിക്കാൻ. വേറൊരു ലെവലില്ല. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല രസമാണ്. നല്ല രസമാണ്. ഇറച്ചിയും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇറച്ചി നേരെ വന്നപ്പോൾ അതാ ഇറച്ചിയൊക്കെ നേരെ വന്ന് വന്നിട്ടുണ്ട്. കോഴിപ്പാട്സും വന്നിട്ടുണ്ട്.
നല്ല രസമാണ് ബിരിയാണിയേക്കാൾ രസമാണ് നല്ല ടേസ്റ്റ് റവ ബിരിയാണി റവ ചിക്കൻ പാർട്സ് ബിരിയാണി നല്ല ലെവലായി അപ്പം നല്ല ലെവലിൽ വന്നിട്ടുണ്ട്